താജ്മഹൽ ഇന്ത്യയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നാണ് താജ്മഹൽ. 1632-54 കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഈ അത്ഭുതം. പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹൽ അസാധാരണമായ വാസ്തുശില്പകലയുടെ ഉദാഹരണം കൂടിയാണ് എന്ന് എത്ര പേർക്കറിയാം. താജ്മഹൽ ഒരു ശുദ്ധമായ മുഗൾ ശൈലിയിലാണ് പണികഴിപ്പിച്ചതെങ്കിലും ഇതിൽ ഇസ്ലാമിക്, ഇറാനിയൻ, ഓട്ടോമൻ, തുർക്കിഷ്, ഹിന്ദുസ്ഥാനി എന്നീ വൈവിധ്യമാർന്ന ശൈലികളുടെയും സ്വാധീനം കാണാൻ സാധിക്കും. രാജസ്ഥാനിലെ മകരാന ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന വൈറ്റ് മാർബിൾ ഉപയോഗിച്ചാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ആ വെളുത്ത മാർബിളിന്റെ മഹിമ താജ്മഹലിനെ മറ്റ് സ്മാരകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. താജ്മഹലിന്റെ നിർമ്മാണത്തിന് 20,000-ലധികം തൊഴിലാളികൾ പങ്കാളികളായിരുന്നു. ഇവർക്ക് പുറമെ ശില്പികളുടെയും കലാകാരന്മാരുടെയും കൂടിയാളുകളുടെയും സേവനവും ഉണ്ടായിരുന്നു. സ്മാരകത്തിന്റെ നിർമ്മാണത്തിന് 22 വർഷമെടുത്തു എന്നതാണ് കണക്കുകൂട്ടൽ. താജ്മഹലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സമതുലിതമായ നിർമ്മാണ പദ്ധതിയാണ്, അതായത് സിമെട്രി. കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും പാതകൾ പോലും പരസ്പരം തുല്യമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താജ്മഹലിൽ കാണുന്ന സെൻട്രൽ ഡോം കെട്ടിടത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. സെൻട്രൽ ഡോമിന് ചുറ്റും കാണുന്ന ചെറിയ മിനാറുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. താജ്മഹലിന്റെ മാർബിൾ സവിശേഷമായ രീതിയിൽ പുഷ്പങ്ങളുടെയും കലകളുടെയും ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചുമരുകളും താജ്മഹലിന്റെ അകത്തുമൊക്കെ സമുദ്രമുത്തുകളും രത്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുകയും അതൊക്കെയും താജ്മഹലിനെ മുൻനിരയിലേക്ക് എത്തിച്ച ഘടകങ്ങളുമായിരുന്നു. ഇതുകൂടാതെ താജ്മഹലിനോട് ചേർന്ന് കാണുന്ന മുഗൾ തോട്ടങ്ങളും ചുറ്റുമുള്ള ജലവിന്യാസങ്ങളും വളരെ ശ്രദ്ധേയമാണ്. താജ്മഹലിനെ പ്രതിഫലിപ്പിക്കുന്ന മുൻവശത്തുള്ള കുളം താജ്മഹലിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. താജ്മഹലിന്റെ അടുത്തുകൂടി ഒഴുകുന്ന യമുന നദിയുടെ ജലവും പരിസരത്തുള്ള 4 ഭാഗങ്ങളുള്ള ചാർബാഗ് തോട്ടവും സ്മാരകത്തിന്റെ സുസ്ഥീകരണത്തിന് പ്രാധാന്യമേകുന്നു. ജലപാതകൾ, റിഫ്ലക്റ്റിംഗ് പൂളുകൾ, ചുറ്റുമുള്ള മേഖലകൾ എന്നിവ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന നിർമ്മിതികളാണ്. താജ്മഹലിന്റെ ഇരുവശങ്ങളിലായി 2 പ്രധാന സമചതുരാകൃതിയിലുള്ള കെട്ടിടങ്ങളുണ്ട്. അതിലൊന്ന് പള്ളിയും മറ്റൊന്ന് ഗസ്റ്റ് ഹൗസുമാണ്. സമ്പൂർണ്ണ സമുച്ചയത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ ഘടനകൾ സമമിതിയിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ അലങ്കരിച്ച പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിന്റെ ശവകുടീരം കാണാം. ഷാജഹാന്റെ ശവകുടീരം പിന്നീട് മുംതാസിന്റെ ശവകുടീരത്തിനടുത്തായി സ്ഥാപിച്ചു. പൂക്കളുടെ കൊത്തുപണികൾ കൊണ്ടും വിലയേറിയ കല്ലുകൾ കൊണ്ടും ഇവിടവും മനോഹരമാക്കിയിട്ടുണ്ട്. 1983-ലാണ് യുനെസ്കോ താജ്മഹലിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. താജ്മഹലിന്റെ നിർമ്മാണം അതിമനോഹരമായ ശില്പ വൈദഗ്ധ്യത്തിന്റെയും ശാസ്ത്രീയതയുടെയും അടയാളമാണ്. മാർബിളിന്റെ മിനുസവും അതിലെ പുഷ്പശില്പങ്ങളും താജ്മഹലിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പന്നതയുടെയും മഹത്വത്തിന്റെയും പ്രതീകമായി മാറിയ സ്മാരകങ്ങളാണ് താജ്മഹൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പന്നതയുടെയും മഹത്വത്തിന്റെയും പ്രതീകമായി മാറിയ സ്മാരകമാണ് താജ്മഹൽ. താജ്മഹലിലെ ഓരോ നിർമ്മാണ ഘടകങ്ങളും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ താജ്മഹൽ ഒരു തന്ത്രപരമായ കെട്ടിട നിർമ്മാണത്തിന്റെയും സങ്കീർണമായ ശില്പകലകളുടെയും ഉദാഹരണമാണ്. ഇതിന്റെ സമതുലിതത്വവും ഗണിത കൃത്യതയും സുന്ദരമായ മാർബിൾ ഇൻലേ പണികളും വിസ്മയിപ്പിക്കുന്ന മകുടങ്ങളും മിനാറുകളും താജ്മഹലിനെ ലോകത്തിലെ അതിമനോഹരമായ സ്മാരകങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു.